ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാലത്ത് എണീറ്റപ്പോൾ തന്നെ നല്ല ഉഗ്രം മഴ കേട്ടോ. മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാനായിട്ട് നല്ല രസമുണ്ട്. ആസ്വദിച്ച് കുറേ നേരം പുറത്ത് പോയി ഇങ്ങനെ നിന്നു കേട്ടോ. കുറേ ചെയ്യാൻ പറ്റും, അതിന് തിന്നാൻ വേറെ കുറേ പ്രാണികളും. അങ്ങനെ നല്ലൊരു മഴ ദിവസമായിട്ടാണ്. ഞാൻ വിചാരിച്ച് ഞാനും ചേട്ടനൊക്കെ ഒന്ന് ഓഫാണ്, നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് മഴയായി കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ പെടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വേഗം ഉള്ളിൽ നിന്ന് കയറി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കഴുകാൻ വെച്ചിരുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ സോപ്പിട്ട് കഴുകാണ്ട് വെറുതെ കഴുകി എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ ഈ സോപ്പിടൽ പരിപാടികൾ, കഴുകൽ, അത് കഴിഞ്ഞ് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്നൊരു തുണി മുക്കി തുടച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഫുള്ള് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ ആ ഒരു ബേസനൊക്കെ ഒന്ന് കഴുകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. ഏതായാലും മഴയായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ. ആമിക്കുട്ടിയുടെ സ്കൂളിൽ പോകണം. അവൾക്ക് ബുക്ക്, യൂണിഫോം, ഫീസ് അടയ്ക്കൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഒരു കസിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട്, ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോകണം. പിന്നെന്താ, നമ്മൾ പൂരം എക്സിബിഷൻ വരെ പോയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാണാൻ പോകണം. പിന്നെ വേറെ കുറേ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതിന് മുന്നേ നമ്മൾ വാങ്ങിയ മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നുറുക്കി വെക്കുന്നുണ്ട് കാലത്ത് കഴിക്കാനായിട്ട്. ആമിക്കുട്ടിക്ക് ഇപ്പം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യണത് വീറ്റ് ബ്രെഡാണ്. അപ്പോൾ അത് വലിയ താല്പര്യമില്ല, മൾട്ടി ഗ്രെയിൻ വീറ്റ് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ആൾക്കത് ആ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്യണോണ്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ വെറുതെ കഴിക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് മാമ്പഴം നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു മൾട്ടി ഗ്രെയിൻ ബ്രെഡ് വന്നിട്ട് നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. എല്ലാ സീഡ്സും ഉണ്ട്. ഫ്ലാക്സ് സീഡ് ഉണ്ട്, ചിയാ സീഡ് ഉണ്ട്, പിന്നെന്താ നമ്മുടെ പംകിൻ സീഡ്, അങ്ങനെ പിന്നെ ഒരുവിധം നട്ട്സ്, ഫ്രൂട്ട്സ് ഈ ഗ്രെയിൻസ് ഒരുവിധമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങണുണ്ട്. വേഗം പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. മേല് മാത്രമേ കഴുകിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു, പോൺസിൻ്റെ ജെൽ ക്രീമിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ എൻ്റെ സൺസ്ക്രീൻ ഇപ്പോൾ റീസെൻറ്റ് ഫേവറേറ്റ് ആണ്. അത് ഇടുമ്പോൾ തന്നെ ഒരു ഗ്ലോ കണ്ട, പോൺസിൻ്റെ സൺസ്ക്രീനാണ്. ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ആണ്. പിന്നെ ഒരു സ്ട്രോപ്പ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നമ്മളതും തട്ടിക്കൂട്ടി മൂത്ത് വാരിയിടും. മെബലൈൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. സൂപ്പർ സ്റ്റേ ആണ്, ആമസോണിയനാണ് ഷെയ്ഡ് വന്നിട്ട്. പിന്നെ മെബലൈൻ്റെ തന്നെ സ്കൈ ഹൈ മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രോപ്പ് ക്രീം വന്നിട്ട്. ഇത് ഫേസസ് കാനഡയാണ്. ഇതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഹൈ എൻസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാക്മിയുടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഐലൈനർ ഇല്ലേ, ലിക്വിഡ് ഐലൈനർ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരുക്കം കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ, വേണ്ടവർ ചെക്ക് ചെയ്താൽ മതി. മഴ ഇപ്പോൾ നന്നായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് മഴ പെയ്യല്ലേ എന്ന്. കാരണം നമുക്കിനി ഒത്തിരി പരിപാടികളുണ്ടല്ലോ, അപ്പോൾ അതൊന്നും പാളിപ്പോവരുതല്ലോ. അങ്ങനെ ഏതായാലും ലീവ് എടുത്തിട്ടുള്ളതല്ല, നേരെ ആമിയുടെ സ്കൂളിലോട്ടാണ് കേട്ടോ വിട്ടത്. ആദ്യം തന്നെ ആ പരിപാടികളൊക്കെ തീർത്തിട്ട് വേണം ബാക്കി പരിപാടികൾക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ വഴിയെ അങ്ങനെ എല്ലാം ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ആമിയുടെ സ്കൂൾ വന്നിട്ട്. വെങ്ങിണിശ്ശേരിയാണ് കേട്ടോ സ്കൂള്. ഗുരുകുലം പബ്ലിക് സ്കൂളാണ്. അവിടെ ഇനി ആമി UKGയിലാണ് പഠിക്കാൻ പോണത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. ആമിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അശ്വനി ജംഗ്ഷനിലുള്ള പിസ്സ ഹട്ടിൽ അവിടെയാണ്. ആമിക്കാണെങ്കിൽ വിശന്നിട്ട് ദേഷ്യം വന്നിട്ടാണ് ഇരിക്കണം. അതുകൊണ്ട് ഒരു മൈൻഡും ഇല്ല. ആളാണെങ്കിൽ കുറേ നാളായി പിസ്സ വേണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇവിടേക്ക് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ചെന്ന സ്റ്റുഡിയോന്ന് ഡ്രസ്സും എടുക്കണം. അപ്പോൾ പിസ്സ കൊടുക്കാന്ന് കരുതിയിട്ട് ഇവിടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ചെറിയ മഴയൊക്കെ പുറത്ത് നടക്കുന്നുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാതിരിക്കല്ലേ, അപ്പോൾ അതൊക്കെ രസമാണല്ലോ, ആസ്വദിച്ചിരിക്കാമല്ലോ. ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് രസമാണ്. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ശമനമുണ്ട് വിശപ്പിൽ. പിന്നെ നമ്മൾ 2 പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നേരെ പൂരം എക്സിബിഷൻ കാണാൻ പോകാം കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് കുറേ സ്ഥലത്ത് നമ്മൾ കയറി. ആമിയുടെ യൂണിഫോം വാങ്ങാനായിട്ട് ടൗണിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും. അവിടേക്ക് ആണെങ്കിൽ പൂരത്തിരക്കാണ് കേട്ടോ. നിറയെ ആളുകളാണ്. പല സ്കൂളിൻ്റെ യൂണിഫോമൊക്കെ അവിടെ നിന്ന് കിട്ടും റെഡിമെയ്ഡ്. അപ്പോൾ അതിട്ട് നോക്കാൻ നമുക്ക് എടുത്തു തരാനൊന്നും ഒരാളില്ല. കുറേ നേരം അവിടെ പോയിട്ട് തിക്കും തിരക്കും കാരണേ നമുക്കിങ്ങനെ ട്രയൽ റൂമും ഒക്കെ കുറവാണ്. അങ്ങനെ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് കയറിയത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ വേറെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവസാനം നമ്മൾ എക്സിബിഷന് പോവുള്ളൂ കേട്ടോ. ഇതിലൊന്ന് വന്നിട്ട് പനീർ പിസയാണ് കേട്ടോ, വെജ് പിസയാണ്. അതിന് ഒട്ടും സ്പൈസി അല്ല, ആമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അത് അവൾക്ക് സ്പൈസി അല്ലാത്ത പിസയാണ് അവൾ നന്നായിട്ട് കഴിക്കുള്ളൂ. പിന്നെ ഒന്ന് തന്തൂരി ചിക്കൻ പിസ. അങ്ങനെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും അവസാനം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പൂരം എക്സിബിഷൻ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടികളൊന്നും ഞാൻ കാണിക്കണില്ല. വിവിധ
ഇവിടെ ഉള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞങ്ങൾ ഇപ്പോഴാണ് എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ടാറ്റാ ബൈ ബൈ.